കൊമേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് IBO4-ലെ ഫസ്റ്റ് യൂണിറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ എക്കണോമിക് ഗ്രോത്തിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഇൻസ്ട്രുമെൻ്റാണ് ട്രേഡ് പോളിസി. ഇന്ത്യയുടെ ട്രേഡ് പോളിസിയുടെ പ്രധാന ഉദ്ദേശം എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇമ്പോർട്ടിനെ കുറച്ചുകൊണ്ട് എക്സ്പോർട്ടിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യ പോലെയുള്ള കൺട്രിയുടെ മെയിൻ പ്രോബ്ലം ക്രൂഷ്യൽ ഇൻപുട്ടായ ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ടെക്നോളജി, ഇതിൻ്റെയൊക്കെ ഒരു നോൺ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ടേജ് ഇതാണ്. അപ്പം ഇതുകൊണ്ടാണ് ഇമ്പോർട്ട് കൂടുതലായിട്ട് വരുന്നത്. ട്രേഡ് പോളിസിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എക്സ്പോർട്ട് പ്രൊമോഷൻ ആൻഡ് ഇമ്പോർട്ട് മാനേജ്മെൻറ്റ്. ഈ യൂണിറ്റിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്, രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ്, ലൈസൻസിങ് പ്രൊസീജിയേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് 4 പ്രധാനപ്പെട്ട ആക്റ്റാണ് നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്ന 4 ആക്ട്സിനെ കുറിച്ചാണ്, 4 ആക്റ്റുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ആക്റ്റാണ് ഫോറിൻ ട്രേഡ് ആക്ട് 1992, അതായത് ഫോറിൻ ട്രേഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1992. അതെന്താണെന്ന് നോക്കാം. ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട് സുഗമമാക്കിക്കൊണ്ട് കയറ്റുമതിയെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഫോറിൻ ട്രേഡിൻ്റെ ഡെവലപ്മെൻറ്റിനും റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റാണ് ഫോറിൻ ട്രേഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1992 എന്ന് പറയുന്നത്. ഈ ആക്ട് ഫോറിൻ പോളിസി നിയന്ത്രിക്കാനുള്ളൊരു സെപ്പറേറ്റ് ആക്റ്റ് ആയിരുന്നില്ല. പകരം 1947-ലെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ആക്ടിന് പകരമായിട്ട് നിലവിൽ വന്ന ഒരു ആക്റ്റ് ആയിരുന്നു ഇത്. ഇന്ന് ഇന്ത്യയിലെ ഇമ്പോർട്ട് എക്സ്പോർട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും ഫോറിൻ ട്രേഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1992 ആണ്. ഫോറിൻ ട്രേഡ് പോളിസി 1992 ഗ്ലോബലൈസേഷൻ്റെയും ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും ഈ ലോകത്ത് രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ആക്സിലറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനിയും ഈ ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ഇമ്പോർട്ട് സുഗമമാക്കാൻ വേണ്ടിയിട്ടും എക്സ്പോർട്ട് വർദ്ധിപ്പിച്ച് ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനും റെഗുലേഷനും പ്രൊവിഷൻ നൽകാനുമൊക്കെ ഈ ആക്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു അധികാരം കൊടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചറാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും ഈ നിയമം ടൈംലി ബേസിസിൽ അമെൻമെൻറ്റ്സ് വരുത്താനും ഗവൺമെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെയാണ് എല്ലാ ഇമ്പോർട്ടറിനോടും എക്സ്പോർട്ടറിനോടും ഒരു ഡയറക്ടർ ജനറലിൽ നിന്നോ അല്ലെങ്കിൽ ഓത്തറൈസ്ഡ് ഓഫീസറിൽ നിന്നോ ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് നമ്പർ, അതായത് IEC നമ്പർ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ആക്ട് ഉത്തരവിടുന്നുണ്ട്. പിന്നെ നാലാമത്തെ ഫീച്ചറാണ് എക്സ്പോർട്ടിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഇൻ്റർനാഷണലി കോമ്പറ്റേറ്റീവ് പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുക, റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക. ഇങ്ങനെ ഇമ്പോർട്ടിൻ്റെയും എക്സ്പോർട്ടിൻ്റെയും കാര്യത്തിൽ എല്ലാ ബഡ്ജറ്റ് ടാർഗറ്റുകളുടെയും പ്രോപ്പർ ബാലൻസിങ്ങിന് സഹായിക്കുക. ഇതൊക്കെയാണ് ഈ നിയമം കൊണ്ടുവരുന്ന ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെ ഒരു ആക്ട് അതാണ്. ഇനി രണ്ടാമത്തെ ആക്റ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999, അതായത് FEMA ആക്ട് എന്നാണ് ഇതിനെ ഷോർട്ടായിട്ട് പറയുന്നത്. ഈ ആക്ട് നിലവിൽ വന്ന വർഷം 1999 ആണ്. ടാരാപൂർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലൂടെ കൊണ്ടുവന്ന ഒരു ആക്റ്റാണിത്. ഫെറ എന്ന് പറയുമ്പം ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, അതിനെ ഫെറായെ റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്റ്റാണിത്. FEMA എക്സ്റ്റേണൽ ട്രേഡിനെയും പേയ്മെൻറ്റ്സിനെയും ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ആക്റ്റാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് ഈ FEMA ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഫെറ എന്ന് പറയുന്ന ഒരു ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ഒരു ആക്റ്റാണ് FEMA എന്ന് പറയുന്നത്. ഇതെന്തിനു സഹായിക്കുന്നു? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. FEMAയുടെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്.
ഇനിയും ഫെമ കവർ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, ഫോറിൻ കറൻസി ആൻഡ് സർവീസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്, ഇതൊക്കെയാണ് ഫെമ കവർ ചെയ്യുന്ന ഏരിയാസ്. നമ്മുടെ രാജ്യം ഇന്ത്യയിൽ നിന്ന്, അതായത് നമ്മുടെ രാജ്യം ഇന്ത്യ ആണല്ലോ, ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ്സും നടത്തുന്നുണ്ട്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെ പറയുന്ന ഒരു ആക്റ്റാണ് ഫെമ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തുനിന്ന് മറ്റു രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്, പ്രോഡക്ട്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നുണ്ടോ, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം, ഇതിനെയൊക്കെ പറയുന്ന ഒരു ആക്റ്റാണ് ഫെമ ആക്ട് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആക്റ്റാണ് ദ കസ്റ്റംസ് ആക്ട് 1962. കസ്റ്റംസ് ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് 1962 സെൻട്രൽ ഗവൺമെൻറ് ലെവി ചെയ്യുന്ന ഒരു ടാക്സാണിത്. ഗുഡ്സിൻ്റെ ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ തടയാൻ വേണ്ടിയിട്ട് 1962 രൂപീകരിച്ചൊരു ആക്റ്റാണ് ഇത്. ഇനിയും ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എക്സ്പോർട്ടിനെ റെഗുലേറ്റ് ചെയ്യുക. രണ്ടാമത്തേത് ഇമ്പോർട്ടിനെ കുറയ്ക്കുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക. ഡൊമസ്റ്റിക് ട്രേഡിനെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ ഡംപിങ് തടയുക, സ്മഗ്ലിങ് ചെക്ക് ചെയ്യുക, ഇല്ലീഗലായിട്ടുള്ള ഇമ്പോർട്ടിനെ തടയുക, റവന്യൂ കളക്ട് ചെയ്യുക, ഇതൊക്കെയാണ്. രാജ്യത്ത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ഡ്യൂട്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കളക്ട് ചെയ്യാനും ഒക്കെയുള്ളൊരു നിയമമാണ് 1962 കസ്റ്റംസ് ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്റ്റിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ്, ഗുഡ്സ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊഹിബിഷൻസ്, പെനാൽറ്റീസ്, ഇതൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അതാണ് കസ്റ്റംസ് ആക്ട് എന്ന് പറയുന്നത്. നാലാമത്തെ ആക്റ്റാണ് എക്സ്പോർട്ട് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻസ്പെക്ഷൻ ആക്ട് 1963 എന്ന് പറയുന്നത്. ഈ ആക്ട് നിലവിൽ വന്നത് 1963 ക്വാളിറ്റി കൺട്രോളിലൂടെ എക്സ്പോർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നതാണ് ഈ ആക്ട് മെയിനായിട്ട് എയിം ചെയ്യുന്നത്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ ക്വാളിറ്റി മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നൊരു പ്രോസസ്സാണിത്. അപ്പം ഫിനിഷ്ഡ് പ്രോഡക്ട്സിലെ ഫ്ലോസ് അല്ലെങ്കിൽ അതിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാനും കണ്ടെത്താനും ഒക്കെ ഒരു സ്പെഷ്യലൈസ്ഡ് ടീം തന്നെ ആ ഒരു ഫീൽഡിൽ ഉണ്ട്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇനിയും ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക, ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. രണ്ടാമത്തേത് ഇക്കണോമിക് ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുക. മൂന്നാമത്തേത് ഇൻ്റർനാഷണലി കോമ്പറ്റേറ്റീവ് പ്രൈസിൽ ക്വാളിറ്റി ഗുഡ്സ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെന്താ പറയുന്നത്, ബാലൻസ് ഓഫ് ട്രേഡിനെ ഇംപ്രൂവ് ചെയ്യുക, ഫോറിൻ എക്സ്ചേഞ്ച് റവന്യൂ എൻഹാൻസ് ചെയ്യുക, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇനിയും ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് ആൻഡ് എക്സ്പോർട്ട് ലൈസൻസിങ് എന്നുള്ളത്. ഇത് 2012 ഡിസംബർ എക്സാമിനും ജൂൺ 2011 എക്സാമിനും ഡിസംബർ 2008 എക്സാമിനും ഒക്കെ ചോദിച്ചൊരു പോർഷനാണിത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. IEC നമ്പറിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഈ IEC നമ്പറിനെ കുറിച്ച് ഷോർട്ട് ആൻസറായിട്ടും നന്നായിട്ട് എഴുതാനും ഒക്കെ ചോദ്യം ചോദിക്കാറുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പം നമുക്ക് നോക്കാം. എക്സ്പോർട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി നിർബന്ധമായിട്ട് അക്വയർ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് IEC നമ്പറും RCMC സർട്ടിഫിക്കറ്റും. അപ്പം നമുക്ക് എക്സ്പോർട്ട് പ്രൊസീജിയറിലെ ഫസ്റ്റ് പ്രൊസീജിയറായ ഒബ്റ്റെയിനിങ് ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സ് കോഡ് നമ്പർ, അതായത് IEC നമ്പർ അല്ലെങ്കിൽ IEC നമ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. IEC നമ്പർ എന്ന് പറയുന്നത് ഒരു 10 ഡിജിറ്റ് കോഡാണ്. റീജിയണൽ ഓഫീസിൽ നിന്ന് ഇമ്പോർട്ടറിന് അല്ലെങ്കിൽ എക്സ്പോർട്ടറിന് ഡയറക്ടർ ജനറലിൽ നിന്ന് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു 10 ഡിജിറ്റ് നമ്പറാണിത്. ഒരു എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് IEC നമ്പർ നിർബന്ധമായിട്ടും ഒബ്റ്റെയിൻ ചെയ്യേണ്ടതാണ്. IEC നമ്പർ കിട്ടാനായിട്ട് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇമ്പോർട്ടറിൻ്റെ അല്ലെങ്കിൽ എക്സ്പോർട്ടറിൻ്റെ പ്രൊഫൈൽ, അതായത് ഡീറ്റെയിൽസ് ഓഫ് ഇമ്പോർട്ടർ ആൻഡ് എക്സ്പോർട്ടർ, അത് വെക്കുക. രണ്ടാമത്തേത് 1000 rupees ഫീസ് അടച്ച റെസിപ്റ്റ് വേണം. മൂന്നാമത്തേത് ആപ്ലിക്കൻറ്റിൻ്റെ ഒരു ബാങ്കറിൽ നിന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ആപ്ലിക്കൻ്റ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടറോ എക്സ്പോർട്ടറോ ആകാം, അദ്ദേഹത്തിൻ്റെ ബാങ്കറിൽ നിന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം.
അതുപോലെ ബാങ്കർ അറ്റസ്റ്റ് ചെയ്ത ആപ്ലിക്കൻറ്റിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ 3 കോപ്പീസ് വേണം. പിന്നെന്താ പറയുന്നത്, പിന്നെ അത് പാൻ കാർഡിൻ്റെ കോപ്പി വേണം. ഇതൊക്കെയാണ് IEC കോഡ് കിട്ടാൻ വേണ്ടി ആപ്ലിക്കേഷൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇതൊക്കെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച ശേഷം ഈ ഫോർമാലിറ്റീസ് എല്ലാം ആപ്ലിക്കൻറ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റീജിയണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസിങ് അതോറിറ്റി IEC നമ്പർ ഇഷ്യൂ ചെയ്യും. രണ്ടാമത്തേതാണ് RCMC, അതായത് ഒബ്റ്റെയിനിങ് രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ അല്ലെങ്കിൽ കമ്മോഡിറ്റി ബോർഡാണ്. ഈ സർട്ടിഫിക്കറ്റ് ഉള്ള എക്സ്പോർട്ടറിന് മാത്രമേ ഫോറിൻ ട്രേഡ് പോളിസി ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അതായത് എക്സ്പോർട്ടറിന് എക്സിം പോളിസിക്ക് കീഴിലുള്ള കൺസെഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കണമെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഉള്ള ആപ്ലിക്കേഷൻ്റെ ഒപ്പം IEC നമ്പറും കൂടെ സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി എക്സ്പോർട്ട് ലൈസൻസിങ് എന്താണെന്ന് നോക്കാം. നെഗറ്റീവ് ലിസ്റ്റിൽപ്പെട്ട ഗുഡ്സ് ഗുഡ്സ് ഒഴികെ ബാക്കി എല്ലാ ഗുഡ്സും ഒരു റെസ്ട്രിക്ഷൻസും കൂടാതെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. നെഗറ്റീവ് ലിസ്റ്റിൽപ്പെട്ട ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്തുവാ? പ്രൊഹിബിറ്റഡ് ഗുഡ്സ്, റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് ആൻഡ് കാനലൈസ്ഡ് ഗുഡ്സ്. ഇതൊക്കെയാണ് നെഗറ്റീവ് ലിസ്റ്റിൽപ്പെട്ട ഗുഡ്സ്. അപ്പം അതിലെ ആദ്യത്തെ ടൈപ്പ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആണ്. പ്രൊഹിബിറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ കഴിയത്തില്ല. അതായത് വൈൽഡ് ഫ്ലോറ, എക്സോട്ടിക് ബേർഡ്സ്, ബീഫ്, അതായത് ഹെൽത്തിനോ എൻവയോൺമെൻറ്റിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കളുടെ എക്സ്പോർട്ടിനെ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനെയും ഒക്കെ ബാൻ ചെയ്യുന്നതാണ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലൈസൻസിലൂടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ലൈസൻസിങ്ങിലൂടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഗുഡ്സാണിത്. അതായത് ലൈസൻസ് പ്രകാരം മാത്രമേ ഇമ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാനോ ഒക്കെ കഴിയത്തുള്ളൂ. ഇനിയും പ്രൊഹിബിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്തോ? പ്രൊഹിബിറ്റഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം ബാൻ ചെയ്ത ഐറ്റംസ് ആണ്, അതായത് പ്രിവെൻറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ്. പക്ഷേ റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്തോ ബാൻ ചെയ്തിട്ടില്ല, പക്ഷെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് കാനലൈസ്ഡ് ഐറ്റം. കാനലൈസ്ഡ് ഐറ്റം എന്ന് പറയുമ്പോൾ ഇപ്പം ചില പ്രത്യേക പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രത്യേക മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് മാത്രം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസിനെയാണ് കാനലൈസ്ഡ് ഐറ്റം എന്ന് പറയുന്നത്. അതായത് പെട്രോളിയം പ്രോഡക്ട്സ്, അതുപോലെ തന്നെ ചില ഫാർമാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, ഇതൊക്കെ കാനലൈസ്ഡ് ഐറ്റംസ് ആണ്. ഇതാണ് നെഗറ്റീവ് ഐറ്റംസിൽ പെട്ട 3 കാര്യങ്ങൾ: പ്രൊഹിബിറ്റഡ് ഐറ്റം, റെസ്ട്രിക്റ്റഡ് ഐറ്റം ആൻഡ് കാനലൈസ്ഡ് ഐറ്റംസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ പ്രൊവിഷൻസ് റിഗാർഡിംഗ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഒന്നാമത്തേത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഫ്രീ അൺലെസ് റെഗുലേറ്റഡ്. ആ പോയിന്റ് പറഞ്ഞേക്കുന്നത് എക്സ്പോർട്ടും ഇമ്പോർട്ടും റെഗുലേഷൻസ് ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ ഐറ്റം വൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസി ITC, അതായത് ഇന്ത്യൻ ട്രേഡ് സർട്ടിഫിക്കേഷൻ സ്പെസിഫൈ ചെയ്തിട്ട് ഉണ്ടായിരിക്കും. രണ്ടാമത്തേതാണ് കംപ്ലയൻസ് വിത്ത് ലോ. അതിനകത്ത് പറയുന്ന എല്ലാ ഇമ്പോർട്ടറും എക്സ്പോർട്ടറും ഫോറിൻ ട്രേഡ് ആക്ട് 1992 കീഴിലുള്ള റൂൾസ് ആൻഡ് ലോസിനനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. മൂന്നാമത്തേത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് പോളിസി. അത് പറയുന്നത് എക്സിം പോളിസിയുടെ ഏതെങ്കിലും പ്രൊവിഷൻസിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന് റെഫർ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ ആയിരിക്കും ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത്. നാലാമത്തേത് എക്സംഷൻ ഫ്രം പോളിസി ഓർ പ്രൊസീജിയേഴ്സ്. ട്രേഡ് പോളിസിയെ പറ്റിയോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനെ പറ്റിയോ എന്തെങ്കിലും റിലാക്സേഷൻ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോറിൻ ട്രേഡിൻ്റെ ഡയറക്ടർ ജനറലിനോട് അവർക്ക് പറയാം. അഞ്ചാമത്തേത് ട്രേഡ് വിത്ത് നെയ്ബറിങ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാനും നെയ്ബറിങ് കൺട്രീസുമായിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്തിനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഡയറക്ടർ ജനറലിന് കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. ഇനി ട്രേഡ് വിത്ത് റഷ്യ അണ്ടർ ഡെറ്റ് റീപേയ്മെൻറ്റ് എഗ്രിമെൻറ്റ്. ഡെറ്റ് റീപേയ്മെൻറ്റ് എഗ്രിമെൻറ്റിൻ്റെ കീഴിൽ റഷ്യയുമായി ട്രേഡ് നടത്തുന്ന കേസിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഡയറക്ടർ ജനറൽ പുറപ്പെടുവിക്കും. ഏഴാമത്തേതാണ് ട്രാൻസിറ്റ് ഫെസിലിറ്റി. അതിനകത്ത് പറയുന്നത് എന്തുവാ? ഇന്ത്യയും രാജ്യങ്ങളും തമ്മിലുള്ള ഉടമ്പടികൾക്കനുസരിച്ച് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയോട് ചേർന്നിട്ടുള്ള രാജ്യങ്ങളിലോ ഉള്ള ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ചരക്ക് ഗതാഗതം റെഗുലേറ്റ് ചെയ്യപ്പെടാം. അതാണ് ആ പോയിന്റ് പറഞ്ഞേക്കുന്നത്. അടുത്തതാണ് എക്സിക്യൂഷൻ ഓഫ് ബാങ്ക് ഗ്യാരണ്ടി.
അതിൽ പറഞ്ഞേക്കുന്നത് എന്തുവാ, ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് അലോ ചെയ്യുമ്പോൾ ഇമ്പോർട്ടർ ഒരു ലീഗൽ അണ്ടർടേക്കിംഗ് അല്ലെങ്കിൽ കസ്റ്റംസ് അതോറിറ്റിയിൽ നിന്നൊരു ബാങ്ക് ഗ്യാരണ്ടി എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. പിന്നെ 9ാമത്തെ പോയിൻറ്റ്, ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട് ഗുഡ്സ്. എക്സ്പോർട്ട് ഒരു കാരണവശാലും ഡിലേ ആകാനായിട്ട് പാടില്ല. അങ്ങനെ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഡിലേ ഉണ്ടാകുന്ന പക്ഷം കൺസേൺഡ് അതോറിറ്റി എക്സ്പോർട്ടറിനോടായിരിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഡിലേ ഉണ്ടാകാനൊന്നും പാടില്ല. ഇനിയും അടുത്തതാണ് ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഓഫ് സാമ്പിൾസ്. സാമ്പിൾസിൻ്റെ എന്താ പറയുന്നത്, എക്സ്പോർട്ട് ഇമ്പോർട്ട് എക്സിം പോളിസിയുടെ പ്രൊവിഷൻസ് പ്രകാരം ഗവേൺ ചെയ്യണം. പിന്നെ 11ാമത്തേതാണ് തേർഡ് പാർട്ടി എക്സ്പോർട്ട്. അതിലത് പറയുന്നത് ഒരു ലൈസൻസ് ഹോൾഡറിന് ഡയറക്റ്റായിട്ട് തേർഡ് പാർട്ടിയിലൂടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. 12th പോയിൻ്റാണ് ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ഫ്രം കസ്റ്റംസ്. ഗുഡ്സ് ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഷിപ്പ് ചെയ്തു, ഇമ്പോർട്ട് ചെയ്ത് കാണാം അല്ലെങ്കിൽ ഷിപ്പ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നേരത്തെ എത്തി, ഉദ്ദേശിച്ച സമയത്തേക്കാളും നേരത്തെ എത്തി, ബട്ട് കസ്റ്റംസ് അത് ക്ലിയർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കസ്റ്റംസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം. സർട്ടിഫിക്കറ്റ് കിട്ടണം, അതായത് കസ്റ്റംസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും കൂടെ കിട്ടണം. അടുത്തതാണ് ഗ്രീൻ കാർഡ്. ഗ്രീൻ കാർഡ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ്റെ 50% കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ 1 കോടി മിനിമം ടേൺ ഓവർ ഉള്ളതുമായ എക്സ്പോർട്ടർ അല്ലെങ്കിൽ മാനുഫാക്ചററിന് ഡയറക്ടർ ജനറൽ ഒരു ഗ്രീൻ കാർഡ് ഇഷ്യൂ ചെയ്യും. അതുപോലെ അവരുടെ സർവീസ് ടേൺ ഓവറിൻ്റെ 50% ഫ്രീ ഫോറിൻ സർവീസ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സിനും ഗ്രീൻ കാർഡ് ഇഷ്യൂ ചെയ്യും. അടുത്തത് EDI, ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച്. അതിൽ പറഞ്ഞേക്കുന്ന എന്തുവാ, എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടും ട്രാൻസാക്ഷൻസ് സ്പീഡപ്പ് ആക്കാനും EDI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക്കലി റിസീവ് ചെയ്ത ആപ്ലിക്കേഷൻസ് 24 hours ക്ലിയർ ചെയ്യും. ഇതൊക്കെയാണ് എക്സ്പോർട്ട് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ്. ഇനിയും നമുക്ക് എക്സ്പോർട്ടിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും ജനറൽ പ്രൊവിഷൻസ് പഠിച്ചു. ഇനി എക്സ്പോർട്ടിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പോർട്ടിൻ്റെ പ്രൊവിഷൻസ്, ഒന്നാമത്തേത് ഫ്രീ എക്സ്പോർട്ട്. ഫ്രീ എക്സ്പോർട്ടിൽ പറഞ്ഞേക്കുന്ന പ്രൊവിഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഏത് ഗുഡ്സ് വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത്തേത് ഡിനോമിനേഷൻ ഓഫ് എക്സ്പോർട്ട് കോൺട്രാക്റ്റ്. എല്ലാ എക്സ്പോർട്ട് കോൺട്രാക്റ്റും ഇൻവോയ്സും ഫ്രീലി കൺവെർട്ടബിൾ കറൻസിയിലായിരിക്കും ഡിനോമിനേറ്റ് ചെയ്യുന്നത്. ഏഷ്യൻ ക്ലിയറിംഗ് യൂണിയൻ ത്രൂ പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യുന്ന കോൺട്രാക്ട്സ് ACU ഡോളറിലായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, ഫ്രീലി കൺവെർട്ടബിൾ കറൻസിയിലായിരിക്കും എല്ലാ എക്സ്പോർട്ട് കോൺട്രാക്ട്സ് ഇൻവോയ്സും എന്താ പറയുന്നത് ഡിനോമിനേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു പോർഷനിൽ പറയുന്നത്. മൂന്നാമത്തേത് റിയലൈസേഷൻ ഓഫ് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ്. RBI സ്പെസിഫൈ ചെയ്തിട്ടുള്ള ടൈം ലിമിറ്റിനുള്ളിൽ എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ് ചെയ്യാൻ എക്സ്പോർട്ടർ ഫെയിൽ ആകുവാണെങ്കിൽ അയാൾ ആ ആക്ട് അല്ലെങ്കിൽ പോളിസി പ്രകാരമുള്ള ആക്ഷൻസ് സ്വീകരിക്കാൻ അയാൾ ലയബിളാണ്. പിന്നെ നാലാമത്തെ പോയിൻ്റ്, എക്സ്പോർട്ട് ഓഫ് ഗിഫ്റ്റ്. ഒരു ലൈസൻസിങ് ഇയറിൽ 1 ലക്ഷം രൂപയിൽ കവിയാത്ത എഡിബിൾ ഐറ്റംസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള പ്രൊവിഷനുണ്ട്. അഞ്ചാമത്തേത് എക്സ്പോർട്ട് ഓഫ് സ്പെയർസ്. വാറണ്ടി, സ്പെയർസ്, എന്താ പറയുക, എക്യുപ്മെൻറ്റ്സ്, മെഷീനറി, ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ, അതൊക്കെ FOBയുടെ 7.5% വരെ എക്സ്പോർട്ട് ചെയ്യാം. FOB എന്ന് പറയുന്നത് ഫ്രീ ഓൺ ബോർഡ്, അതായത് ഷിപ്പിങ്ങിൽ ഉണ്ടാകുന്ന ഡാമേജിന് സെല്ലർ അല്ലെങ്കിൽ ബയർ ലയബിൾ ആണോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ് FOB എന്ന് പറയുന്നത്. അപ്പം മെഷീനറി ആണെങ്കിലും ഓട്ടോമൊബൈൽസ് ആണെങ്കിലും സ്പെയർ പാർട്സ് ആണെങ്കിലും മറ്റെന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും ഈ FOBയുടെ ഫ്രീ ഓൺ ബോർഡിൻ്റെ 7.5% വരെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനിയും അടുത്തതാണ് എക്സ്പോർട്ട് ഓഫ് പാസഞ്ചർ ബാഗേജ്. പേഴ്സണൽ ബാഗേജ് യാത്രക്കാരനൊപ്പം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. യാത്രക്കാരനൊപ്പം അയാൾ കൂടെ ഇല്ലെങ്കിൽ പാസഞ്ചർ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിന് അകം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ICT സൂചിപ്പിച്ചിട്ടുള്ള വസ്തുക്കൾക്ക് ലൈസൻസ് ആവശ്യമാണെന്നാണ് ആ പോയിന്റ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ് എക്സ്പോർട്ട് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഈ പോളിസിക്ക് അനുസരിച്ച് ഇമ്പോർട്ട് ചെയ്ത വസ്തുക്കൾ ലൈസൻസ് ഇല്ലാതെ ഒരേ ഫോമിൽ എന്താ പറയുന്നത് എക്സ്പോർട്ട് ചെയ്യാം. സ്പെഷ്യൽ ഇമ്പോർട്ട് ലൈസൻസ് ആവശ്യമില്ലാത്ത ഐറ്റംസ് ഒഴികെ ഏത് ഗുഡ്സും ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും കഴിയും.
അടുത്തതാണ് എക്സ്പോർട്ട് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഗുഡ്സ്. ഏതെങ്കിലും ഗുഡ്സ് ഡിഫക്റ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഡാമേജ് വന്നതോ അല്ലെങ്കിൽ നമുക്ക് ഒരു വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തതോ ഉള്ളതോ അങ്ങനെയുള്ള ഏതെങ്കിലും ഗുഡ്സ് എക്സ്പോർട്ടറിന് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് എക്സ്പോർട്ട് ഓഫ് റിപ്പയർഡ് ഗുഡ്സ്. എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സ് അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ ഏതെങ്കിലും പാർട്സ് ഡാമേജ് ആകുമോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അൺഫിറ്റ് ആണെന്ന് നമുക്ക് ചെയ്യുവാണെങ്കിൽ റിപ്പയറിനോ അല്ലെങ്കിൽ റീ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇമ്പോർട്ട് ചെയ്തേക്കാം. അങ്ങനെയുള്ള ഐറ്റംസിന് ലൈസൻസ് ഇല്ലാതെ ക്ലിയറൻസ് കസ്റ്റംസ് അതോറിറ്റി ക്ലിയറൻസ് അനുവദിക്കും. ഇനി നമ്മൾ പ്രൈവറ്റ് ബോണ്ടഡ് വെയർഹൗസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പോർട്ടറിന് മാത്രമായിട്ട് പ്രൈവറ്റ് ബോണ്ടഡ് വെയർഹൗസ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയാസിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള വെയർഹൗസിന് ഡ്യൂട്ടി പേയ്മെൻറ്റ് നടത്താതെ ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യാനായിട്ട് പറ്റും. നോട്ടിഫൈഡ് വെയർഹൗസിലേക്ക് ഡൊമസ്റ്റിക് സപ്ലയർ നൽകുന്ന ഗുഡ്സ് ഫിസിക്കൽ എക്സ്പോർട്ടായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അത്രയാണ് പ്രൈവറ്റ് ബോണ്ടഡ് വെയർഹൗസിൽ പറയുന്നത്. ഇനിയും ഡീംഡ് എക്സ്പോർട്ട് എന്താണെന്ന് നോക്കാം. ഡീംഡ് എക്സ്പോർട്ട് എന്ന് പറയുമ്പം രാജ്യം വിടാതെയുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ സപ്ലൈ ചെയ്ത ഗുഡ്സ് രാജ്യത്തിന് പുറത്തേക്ക് പോകാതെയുള്ള ട്രാൻസാക്ഷൻസെയാണ് ഡീംഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ സപ്ലയർ ഗുഡ്സിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി പറയുന്ന കാറ്റഗറീസിലുള്ളവ ഡീംഡ് എക്സ്പോർട്ടായിട്ട് കണക്കാക്കും. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഡ്യൂട്ടി എക്സംഷൻ അല്ലെങ്കിൽ റെമിഷൻ സ്കീമിന് കീഴിൽ അഡ്വാൻസ് ലൈസൻസ് DFRCക്ക് അതായത് ഡ്യൂട്ടി ഫ്രീ റിപ്ലേസ്മെൻറ്റ് സർട്ടിഫിക്കറ്റിന് എഗൻസ്റ്റ് ആയ ഗുഡ്സിൻ്റെ സപ്ലൈ ഡീംഡ് എക്സ്പോർട്ടായിട്ട് കണക്കാക്കും. രണ്ടാമത്തേത് EOU SCE EHTP ഇങ്ങനെ ഉള്ള ഗുഡ്സിൻ്റെ സപ്ലൈ ഡീംഡ് എക്സ്പോർട്ടായിട്ട് കണക്കാക്കും. EOU എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്, SEZ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, EHTP എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഹാർഡ്വെയർ ടെക്നോളജി പാർക്ക്, STP എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക്. ഇങ്ങനെയുള്ള യൂണിറ്റിലേക്കുള്ള ഗുഡ്സിൻ്റെ സപ്ലൈ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് എക്സ്പോർട്ടായിട്ട് കണക്കാക്കും. മൂന്നാമത്തേതാണ് EPCG സ്കീമിന് കീഴിൽ ലൈസൻസ് ഉള്ളവർക്ക് ക്യാപിറ്റൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത് ഡീംഡ് എക്സ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഇൻസ്റ്റലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതിനെ ഡീംഡ് എക്സ്പോർട്ടായിട്ട് കണക്കാക്കും. പിന്നെ റെയിൽ, റോഡ്, പോർട്ട്, അതുപോലെ തന്നെ പവർ ഹൗസ് ഇവിടങ്ങളിലേക്കുള്ള ഗുഡ്സിനെ സപ്ലൈ ചെയ്യുന്നതും ഡീംഡ് എക്സ്പോർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഡീംഡ് എക്സ്പോർട്ടിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർമീഡിയറ്റ് സപ്ലൈ അല്ലെങ്കിൽ ഡീംഡ് എക്സ്പോർട്ടിനുള്ള അഡ്വാൻസ് ലൈസൻസ്, ഇതൊക്കെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ്. പിന്നെ റീഫണ്ട് ഓഫ് ടെർമിനൽ എക്സൈസ് ഡ്യൂട്ടി, ഇതൊക്കെയാണ് ഡീംഡ് എക്സ്പോർട്ടിന് കിട്ടുന്ന ബെനിഫിറ്റ്. ഇനിയും ഇമ്പോർട്ട് പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ആക്ച്വൽ യൂസർ കണ്ടീഷൻ. ക്യാപിറ്റൽ ഗുഡ്സ്, റോ മെറ്റീരിയൽസ്, സ്പെയർ പാർട്സ്, ആക്സസറീസ്, എക്യുപ്മെൻറ്റ്സ്, മറ്റു സാധനങ്ങൾ യാതൊരു റെസ്ട്രിക്ഷൻസും കൂടാതെ ഇമ്പോർട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇത്തരം ഇമ്പോർട്ടിന് ലൈസൻസ് ആവശ്യമുണ്ടെങ്കിൽ ആക്ച്വൽ യൂസറിന് മാത്രമേ ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമത്തെ പോയിൻ്റാണ് ഡ്യൂട്ടി ഫ്രീ റിപ്ലനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, DFRC എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, സർചാർജ്, സ്പെഷ്യൽ അഡീഷൻ ഡ്യൂട്ടി എന്നിവ അടയ്ക്കാതെ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻപുട്സ് ഇമ്പോർട്ട് ചെയ്യാൻ ഒരു മെർച്ചൻറ്റ് എക്സ്പോർട്ടറിനോ അല്ലെങ്കിൽ മാനുഫാക്ചറർ എക്സ്പോർട്ടറിനോ ഒരു ഡ്യൂട്ടി ഫ്രീ റിപ്ലനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പിന്നെ ഉള്ളതാണ് ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് സ്കീം. അതിനകത്ത് പറയുന്നത് ലൈസൻസിങ് റൂട്ടിലൂടെ പോകാൻ ആഗ്രഹിക്കാത്ത എക്സ്പോർട്ടറിന് ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് സ്കീമിന് കീഴിലൊരു ഓപ്ഷണൽ ഫെസിലിറ്റി കൊടുക്കുന്നു. ഇതൊരു എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് സ്കീമാണ് ഈ ഡ്യൂട്ടി എൻറ്റൈറ്റിൽമെൻറ്റ് പാസ്ബുക്ക് സ്കീം എന്ന് പറയുന്നത്. ഇതൊരു എക്സ്പോർട്ട് ലൈസൻസ് ഇൻസെൻറ്റീവ് സ്കീമാണ്. എക്സ്പോർട്ട് പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ട് കണ്ടൻറ്റിന് കസ്റ്റംസ് ഡ്യൂട്ടി ന്യൂട്രലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ ലക്ഷ്യം. ഈ സ്കീമിന് കീഴിൽ ഒരു എക്സ്പോർട്ടറിൻ്റെ FOB വാല്യൂവിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ക്രെഡിറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, അതിൻ്റെ പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ട് ഓഫ് ഗിഫ്റ്റ്.
അതിൻ്റെ പ്രൊവിഷൻ ഈ പോളിസി അനുസരിച്ച് അത്തരം സാധനങ്ങൾ ഫ്രീലി ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുന്നിടത്ത് ഗിഫ്റ്റ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പെർമിഷൻ ഉണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇമ്പോർട്ട് ഓൺ എക്സ്പോർട്ട് ബേസിസ്. പുതിയതോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് അല്ലെങ്കിൽ പ്രസ് ടൂൾസ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ്, ഗുഡ്സ് പാക്ക് ചെയ്യാനുള്ള പാക്കേജ് എന്നിവ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈസൻസ് ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം, മറ്റ് ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പക്ഷം. ഇനിയും റീ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് എബ്രോഡ്. അത് പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ്, എയർക്രാഫ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ കമ്പോണൻസ്, സ്പെയർ പാർട്സ്, ആക്സസറീസ് ഇതൊക്കെ റിപ്പയറിനോ അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടോ വിദേശത്തേക്ക് നമുക്ക് അയക്കാം. അത് റീ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. അടുത്തത് ഇമ്പോർട്ട് ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഇൻ പ്രൊജക്റ്റ് എബ്രോഡ്. വിദേശത്തെ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പ്രോജക്റ്റ് കോൺട്രാക്ടേഴ്സ് യൂസ്ഡ് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീനറി അല്ലെങ്കിൽ സ്പെയർസ് ഇതൊക്കെ മെഷീനറിയുടെ CIF വാല്യൂവിൻ്റെ 20% വരെ ഉപയോഗിച്ച കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ലൈസൻസ് ഇല്ലാതെ ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു പ്രൊവിഷനുണ്ട്. അടുത്തത് സെയിൽ ഓൺ ഹൈ സീസ്. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഹൈ സീസിൽ ഗുഡ്സ് വിൽക്കുന്നത് ഈ പോളിസിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തിന് വിധേയമായിട്ട് പ്രാബല്യത്തിൽ വരാൻ പറ്റും. ഇതൊക്കെയാണ് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സിനെ കുറിച്ചും അതിൻ്റെ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോർഷൻസും ഞാൻ ഈ ഒരു ചാനലിൽ കവർ ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയുമായി കാണാം.